അങ്കമാലിയിലെ കല്യാണ വീടുകളിൽ വിളമ്പുന്ന അതേ രുചിയിൽ നാടൻ മാങ്ങക്കറി എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാം എന്ന് നോക്കാം. ഇനി നമുക്ക് ഈ കറി തയ്യാറാക്കാൻ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ അത്യാവശ്യം പുളിയുള്ള പച്ചമാങ്ങയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായ ചെറിയുള്ളിയും 2 സബോള, ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ നമ്മുടെ കറിവേപ്പില, എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഇത്രയും എടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി ആദ്യം ചട്ടിയിലേക്ക് സബോള അരിഞ്ഞത്, ഇഞ്ചിയും ചെറിയുള്ളിയും അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞത്, ആവശ്യത്തിന് കറിവേപ്പില, ഈ ഒരു കയ്യിൽ വിനാഗിർ ചേർക്കുന്നുണ്ട്. അതിനുശേഷം 1 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1.5 ടീസ്പൂൺ ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. നമ്മുടെ തൃശ്ശൂർ, എറണാകുളം ഭാഗങ്ങളിലൊക്കെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള, എത്ര കഴിച്ചാലും മതി വരാത്ത ഒരു വിഭവമാണിത്. അതിനുശേഷം അരമുറി തേങ്ങയുടെ 2ാം പാൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇത് തിളപ്പിച്ച് എടുക്കണം. ഇത് നന്നായി തിളച്ചതിന് ശേഷം മാങ്ങ അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. മാങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. മാങ്ങ വെന്തതിന് ശേഷം 1ാം പാൽ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. ഉപ്പ് കുറച്ച് കുറവാണ്. 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. ഒന്ന് നൊര വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് താളിച്ച് ചേർക്കാം. ഒരു ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിച്ചതിന് ശേഷം ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കാം. ഉള്ളി ഗോൾഡൻ കളറായി വരുമ്പോൾ കറിവേപ്പിലയും മുളകും ചേർത്ത് കൊടുത്ത് ഒന്ന് മുരിച്ചെടുക്കാം. ഇനി ഇത് മാങ്ങക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ അങ്കമാലി മാങ്ങക്കറി റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.